തന്നോട് എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളൂ. നീ പറയാറില്ലേ, നീ തന്ന വാക്ക് മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂന്ന്. ഇവിടെ മാറ്റിയതും ദൈവം തന്നെയാണോ? ഇവനെപ്പോലൊരു സന്തതി എനിക്കുണ്ടായിപ്പോയില്ല. ഇനി എന്ത്? അയാൾ എന്ത് പറഞ്ഞിട്ടും വഴങ്ങുന്നില്ല. രാഷ്ട്രീയം കൊണ്ടയാ. ഇവരുടെ വിവാഹം ഈ വെള്ളിയാഴ്ച മാരിയമ്മൻ കോവിൽ വെച്ച് നടത്തിയേ പറ്റൂ. വേറെ വഴിയില്ലല്ലോ. സോറി മോളെ, നിനക്കുള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണ് ഇതുകൂടി. മോളെ, ഞാൻ ഇവരോട് പറഞ്ഞതുപോലെ ഇത് ദൈവനിയോഗമാണ്. ഇവനെപ്പോലെ ഒരു പർവ്വത റാസ്കളുടെ കൂടെ ജീവിതം കളയേണ്ടെന്ന് കരുതിയാവാം. ഇവനതിൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ ദൈവം മാറ്റിക്കളഞ്ഞു. നീ മിണ്ടരുത്. ആ മാത്യൂസിനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ ഒറ്റ തന്നെ നിന്റെ ഈ കോലം കെട്ടിച്ചത്. പതുക്കെ പോകുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നിനക്ക് ഭയമുണ്ടായാലോ? അതെ, നിന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടി കൊണ്ടുപോവാം. അത് കേട്ട് തളരരുത്. നിന്നെ സൂയിസൈഡ് പോയിന്റ് കൊണ്ട് കൊല്ലാൻ പോവാ. നീ അലറരുത്. Prince and Pranav, my passionate lovers. രണ്ട് സാറുമാരൊന്ന് ഇറങ്ങിയാട്ടെ. എന്റെ പുറകെ നടന്നിരുന്ന മേജർ രവി പോയി വേറൊരു പെണ്ണിനെ കെട്ടാൻ. അറിഞ്ഞു. ഒരു തമിഴെത്തിയല്ലേ? ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? അല്ല, ഞാൻ നിങ്ങൾ എന്തിനും ഓരോ കഥകൾ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്നു എന്ന് എനിക്ക് ഊഹിക്കാം. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെണ്ണ്, ഒറ്റമകൾ, പൂത്ത ക്യാഷ്, റിസോർട്ട് ആൻഡ് വാട്ട് നോട്ട്. പോരാത്തതിന് ഓർമ്മയുമില്ല. ഇതിൽ കൂടുതൽ എന്ത് വേണം? രണ്ട് ഭൂലോക ഫ്രോഡുകൾക്ക്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. മനസ്സിലായില്ല. എനിക്ക് ആക്സിഡന്റിന് ശേഷം ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഓർമ്മയൊന്നും പോയിട്ടില്ല. ഓർമ്മ പോയിട്ടില്ലെന്നോ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ? There's no concussion. I think everything's fine. ചേച്ചി, ആക്ച്വലി ഞാൻ ആക്ട് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതേ ഒരു വഴിയുള്ളൂ. അല്ലെങ്കിൽ ആ കഴുതൻ്റെ തലയിലാവും. അയാളുടെ ഡാഡിയെ രക്ഷിച്ചെന്ന് പറഞ്ഞ് അയാളുടെ മകനുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ചേച്ചി അവനെ കണ്ടിട്ടില്ലല്ലോ. ഹീസ് സോ ഡം. ഒരു കംപ്ലീറ്റ് പൊട്ടൻ. എൻ്റെ ലൈഫിലൊരു യഥാർത്ഥ പിയുണ്ട്. അത് നിങ്ങളല്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രവിയെ ഒഴിവാക്കാൻ കളിച്ച നാടകം കാരണം ഇങ്ങനെ രണ്ട് യമണ്ടൻ കുരിശുകളെ ചുമക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിവൃത്തിയില്ലാതെ സഹിക്കുകയായിരുന്നു നിങ്ങളുടെ കോപ്രായങ്ങളെല്ലാം ഇത്രയും കാലം. ബട്ട് നോട്ട് എനി മോർ. രവി എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവായ സ്ഥിതിക്ക് ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ നിങ്ങളെ ടോളറേറ്റ് ചെയ്യില്ല. ഇനി എനിക്ക് ഡാഡിയോട് പറയാം ഇങ്ങനെ രണ്ട് ഫ്രോഡുകൾ അറിയില്ലെന്ന്. ബാക്കിയൊക്കെ ഡാഡി നോക്കിക്കോളൂ. ലിസൺ, നിങ്ങൾ വലിയ കൊമ്പത്തെ ബിസിനസ്സുകാരനായിരിക്കാം, മേ ബി, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അതാണല്ലോ ജിയ, അവൻ പറയണമെന്ന് ശ്രദ്ധിക്കണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ജസ്റ്റ് ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് മൈ ലൈഫ്. എത്ര പറഞ്ഞാലും പിന്നെ ഇങ്ങനെ തരം താന്ന് ഒരു ലിമിറ്റ് ഇല്ലേ? ശരി, ഞാൻ പോകും. പിന്നെ എല്ലാം ഓർമ്മ വന്നല്ലോ. എന്നെ എവിടെയും വെച്ച് കണ്ടതായിട്ട് പരിചയം പോലും ഇല്ലല്ലോ. ഇല്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്നോട് ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. നോ. ആ, പിന്നെ ഓരോ അവകാശം പറഞ്ഞ് വന്നേക്കരുത്. അതുകൊണ്ട് ചോദിക്കുക. ഒന്നുകൂടി ആലോചിച്ചോ. Just get lost. അല്ലെങ്കിൽ ഞാൻ പോവാ. എടാ ശശി, പറഞ്ഞു കേട്ടില്ലേ, പടിയായിക്കൊടുറ. കല്യാണം വെച്ച് ജന്മം പാഴം. അവന് നല്ല വിഷമമുണ്ട്. കാര്യം ഓരോന്ന് പറഞ്ഞുടക്കിയെങ്കിലും അവൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അവൻ്റെ മുഖത്തടിച്ച പോലെയാ ജിയ പറഞ്ഞത്. അവന് പക്ഷേ
അങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയാം, പറ്റും. നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? വെള്ളം അടിച്ച് വീട്ടിൽ ഒരു ബഹളം ഉണ്ടാക്കും. പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ മോഫ് ചെയ്ത് സർക്കുലേറ്റ് തന്നെ നാണം കെടുത്തോ? ഓ, അപ്പൊ സെൻഡി അടിച്ച് ഞരമ്പൊക്കെ മുറിച്ച് ബ്ലഡ് കൊണ്ട് ലവ് ലെറ്റർ എഴുതുമായിരിക്കും. Then what the hell you will do? Tell me. കൊന്നുകളെ. ഞാൻ ആരെന്നാണ് പുല്ല നീ വിചാരിച്ചത്? പ്രണവ്. നല്ല പേരാ അല്ലേ? നിനക്ക് വേണ്ടി ഇട്ട പേരാ. ഒരു പി ആയിരിക്കണമല്ലോ, അതുകൊണ്ട് പി ഫോർ പ്രണവ്. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയതിൽ അവന് വിഷമമുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ നീ പറഞ്ഞ കോപ്രായൊക്കെ ഞാൻ കാണിച്ചത്. നിനക്ക് ഓർമ്മ വരാൻ, എന്നിട്ട് എന്നോടത് പറയാൻ. ഇനി പറ, എവിടെയാണ് എൻ്റെ വണ്ടി? വണ്ടി? ഏത് വണ്ടി? അന്ന് കോഫി ഷോപ്പിൽ വെച്ച് പ്ലീസ് വൺ സ്മോൾ സ്പിൻ എന്നും പറഞ്ഞെടുത്തോണ്ട് പോയ എൻ്റെ വണ്ടി. ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണ ബിസ്ക്കറ്റ്സും ഒരു വീടിൻ്റെ മുഴുവൻ സാധനങ്ങളും. അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് ദുബായിൽ നിന്ന് തൂത്തുക്കുടി പോർട്ട് വഴി ഇറക്കിക്കൊണ്ട് വന്നതാണ് ഈ കാർ. I'm Gia. പുറത്തുള്ള റെഡ് കാർ? Yeah, that's mine. Oh, nice to meet you. Hello. ഹിൽടോപ്പിലുള്ള ജിയ ഹോളിഡേസ്? അത് ഞങ്ങളുടെയാ. Oh, great. Yeah, your car. Yeah. I'm crazy about these cars. One spin, please. ഒരേ ഒരു round. I'll be back before you finish your coffee. But Trust me. Hey. I'll be back. hey, hey, stop. Hello. Sorry. Okay, it's okay. എന്റെ വണ്ടി എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഓരോ വേഷം കെട്ടി നിന്റെ പിന്നാലെ കൂടിയത്. Now tell me, where the hell is my car, you bloody? കാർ എനിക്കൊന്നും ഓർമ്മയില്ല. പ്ലീസ് ലീവ് മീ പ്രണവ്. നിനക്കൊന്നും ഓർമ്മയില്ലെന്നോ? കുറച്ചു മുമ്പല്ലേ പുല്ല നീ പറഞ്ഞത് നിനക്ക് ഓർമ്മ പോയ വല്ല അഭിനയിച്ചാണെന്നോ? അത് ശരിയാണ്, പക്ഷെ എവിടെയാണ് എന്റെ വണ്ടി? Where the hell is my car, you bloody